നമസ്കാരം, വി ഡി ബിൻഡോയാണ്. പ്രിയമുള്ളവരെ, എൻ്റെ നാട്ടിൽ മഴ കോരിച്ചൊരിയുകയാണ്. ഈ മഴ ഇങ്ങനെ പെയ്യുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമല്ല, നേരെ മറിച്ച് ഭയമാണ്. നിങ്ങൾക്കറിയാം, എൻ്റെ നാട് കണ്ണൂർ ജില്ലയിലെ പൂളക്കുറ്റി എന്ന് പറയുന്ന പ്രദേശമാണ്. മലയും മലയിടുക്കുകളും കാടും കാട്ടാറുകളും കാട്ടരുവികളും കൃഷിയും കൃഷിഭൂമികളും വയലും ഒക്കെയുള്ള പ്രകൃതി മനോഹരമായൊരു സുന്ദര ഗ്രാമം എന്ന് പറയാം. സ്നേഹിക്കാൻ മാത്രം അറിയുന്ന, സ്നേഹം മാത്രം പങ്കുവെക്കുന്ന തനി ഗ്രാമീണർ മാത്രമുള്ള ഒരു ഗ്രാമം. ആ ഗ്രാമത്തിൻ്റെ ഇടനെഞ്ചിലേക്കാണ് ആഗസ്റ്റ് 1 എന്ന് പറയുന്ന ദിവസം, കണ്ണുനീർ പൊട്ടി വീണ ദിവസം എന്ന് പറയാം. ഉരുൾപൊട്ടലിൻ്റെ ദുരന്തം ഏറ്റുവാങ്ങിയ ഒരു ദിവസം. ആകാശം കീറി ഒഴുകിയ വെള്ളപ്പാച്ചിലിൽ മലയും കുന്നും നനഞ്ഞ് നിലവിളിച്ച ദിവസം എന്ന് പറയാം. വീടും വയലും കൃഷിയും കൃഷിഭൂമികളും സ്വപ്നങ്ങളുമൊക്കെ ചെളിയിൽ മുങ്ങിത്താന്ന ദിവസം എന്ന് പറയാം. മലയിടുക്കുകളുടെ മാറിൽ മുറിവേറ്റ് എങ്ങും അലറിക്കറിയുന്ന മനുഷ്യരുടെ നിലവിളികളുടെ ശബ്ദം മാത്രം മുഴങ്ങിയ ഒരു ദിവസമായിരുന്നു ആഗസ്റ്റ് 1 എന്ന് പറയുന്നത്. ഒരു പിഞ്ചു കുഞ്ഞുൾപ്പെടെ 3 സഹോദരങ്ങളെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ഒരു ദിവസം. നമ്മുടെ നാട്ടിലേക്ക് ആതുര സേവനത്തിന് വേണ്ടി വന്ന ഒരു സിസ്റ്ററുടെ മകളായിരുന്നു ഒരു പിഞ്ചു കുഞ്ഞ്. ആ പിഞ്ചു കുഞ്ഞുൾപ്പെടെ, ദേവദാസ് ഉൾപ്പെടെ, രാജേഷ് ഉൾപ്പെടെ ഞങ്ങളുടെ നാടിന് നഷ്ടപ്പെട്ട ഒരു ദിവസം. ഇന്ന് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് നിരവധി ആളുകൾ ജീവിക്കാൻ നിർവാഹമില്ലാതെ കൃഷി നഷ്ടപ്പെട്ട്, കൃഷിഭൂമി നഷ്ടപ്പെട്ട് ഞങ്ങളുടെ നാട്ടിൽ നിന്നും പലായനം ചെയ്തു പോയിരിക്കുന്നു. ജീവിക്കണമോ മരിക്കണമോ എന്നറിയാതെ മനുഷ്യർ പകച്ചു നിൽക്കുന്ന ഒരു നാടായി എൻ്റെ നാട് പൂളക്കുറ്റി മാറി എന്നുള്ളതാണ് വസ്തുത. ഇന്ന് നിരവധിയായ ആളുകൾ മറ്റു പല സ്ഥലങ്ങളിലേക്കും ഈ മഴക്കാലമാകുമ്പോൾ, പ്രത്യേകിച്ച് ജൂലൈ ആഗസ്റ്റ് മാസമാകുമ്പോൾ അവിടെ നിന്ന് മറ്റുള്ള ഇടങ്ങളിൽ പോയി വാടകയ്ക്കോ മറ്റോ താമസിക്കേണ്ടി വരുന്ന സാഹചര്യവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എന്ന് ഞങ്ങളുടെ നാട് വളരെ സുന്ദരമായൊരു നാടായിരുന്നു. മഴക്കാലം എത്തുമ്പോൾ ഭയത്തോടുകൂടി, ഭീതിയോടുകൂടി മാത്രം ഇന്ന് ഞങ്ങളുടെ നാടിനെ നോക്കിക്കാണുകയാണ്. ഇന്ന് ഞങ്ങളുടെ നാടിൻ്റെ സ്വപ്നങ്ങളെല്ലാം പൊലിഞ്ഞു പോയിരിക്കുന്നു എന്ന് പറയാം. രാജേഷിൻ്റെയും ദേവദാസിൻ്റെയും ഒരു പിഞ്ചു ബാലികയുടെയും ഓർമ്മകൾ ഇന്ന് ഞങ്ങളെ ഇങ്ങനെ വേട്ടയാടുകയാണ്. ഓർമ്മകളുടെ ഈരടികളിലേക്ക് വിടവാങ്ങിയ ദേവദാസിൻ്റെ, രാജേഷിൻ്റെ ആ പിഞ്ചു ബാലികയുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ പ്രണാമമർപ്പിക്കാൻ ഈ ഘട്ടം ആഗ്രഹിക്കുന്നു.